ആദ്യ സെഷനിലെ പ്രഭാഷണ ചടങ്ങിലേക്ക് കടക്കുകയാണ്. പ്രഭാഷകൻ ബഹുമാനപ്പെട്ട ഉസ്താദ് മുനീർ ഹുദവി പാങ്ങിനെ സ്നേഹപൂർവം പ്രഭാഷണത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനാദരവ് നിറഞ്ഞ മൊടിയേരി മഹലിൻ്റെ അഭിവന്യരായ പ്രസിഡന്റ്, അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി, പ്രിയപ്പെട്ട ഖത്തീബ് വാഫി ഉസ്താദ്, ഇവിടുത്തെ സ്വദർ ഉസ്താദ്, മറ്റു മദ്രസയിലെ ഉസ്താദുമാർ, ഈ മഹല്ല് കമ്മിറ്റിയിലെ പ്രിയപ്പെട്ട ഭാരവാഹികൾ, ഇവിടെ ഈ നാടിന് വേണ്ടി പ്രവർത്തിച്ച് വലിയ ആദരവുകൾ സ്നേഹ സ്വീകരണം ഏറ്റുവാങ്ങിയ പ്രിയപ്പെട്ട മുതിർന്ന നേതാക്കളെ, എൻ്റെ മുമ്പിലിരിക്കുന്ന മൊടിയേരി മഹല്ലിലെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, ഭയങ്കര സന്തോഷം. ഒരു നാട് മുഴുവൻ ഇങ്ങനെ ഒന്നിച്ചിരിക്കുമ്പോൾ ഈ സംഘാടകർ വളരെ പ്രയാസപ്പെട്ട് ഈ ഒരു കല്യാണ ഫീലിങ്ങിൽ പന്തലൊക്കെ ഒരുക്കിയിട്ടുണ്ട്. കുറച്ച് ഫാനും കൂടി വെച്ചെടുത്തവർക്ക് സൗകര്യം, കുറച്ച് കഴിഞ്ഞ പോലെ എണീച്ചു പോകും. വെരി ഗുഡ്. അപ്പോൾ ഏതായാലും സന്തോഷം. ഞാൻ ഇങ്ങനെ കയറി വരും, 3 തലമുറ ഇവിടെ കാണാൻ പറ്റിക്ക്. ഒന്ന്, ഇവിടെ ഇങ്ങനെ അനൗൺസൊക്കെ ചെയ്ത് നടക്കുന്ന ചെറുപ്പക്കാരും അവരുടെ നേതൃത്വമുള്ള യുവാക്കൾ, പിന്നെ നമ്മളെ പ്രസിഡൻറ്റിൻ്റെ പോലെ ഒരു 50 പിന്നിട്ടില്ലേ, പ്രസിഡന്റ് 50-60 പിന്നിട്ട കാരണവന്മാരും അതേപോലെ കഠിനാധ്വാനം ചെയ്യണേ. പ്രിയപ്പെട്ട അബ്ദുല്ലാജിക്ക ഒരു 5, 6, 8, 10 വിളിച്ചിട്ടുണ്ടാവും, ഓരോന്ന് പറഞ്ഞ് ഇന്ന് തന്നെ ഒരു 5-8 വിളിച്ചിട്ടുണ്ടാവും ഈ പ്രസിഡന്റ്. അപ്പോൾ അവരുടെ ഒരു ടീമുണ്ട്. ഞാനിങ്ങനെ ഈ നാട്ടിൽ വന്ന് ഇറങ്ങിയപ്പോൾ നിങ്ങൾ രജിസ്ട്രേഷനൊക്കെ നടക്കണുള്ളൂ 10:45. അപ്പോൾ ഞാനൊന്ന് പള്ളിയിലൊക്കെ പോയിട്ട് ഫ്രഷായിട്ട് വരച്ച് പള്ളിക്ക് ചെന്നപ്പോൾ കൗമാര കുട്ടികളുടെ കുറേ കൂട്ടത്തെ കണ്ടു. നാഫീൻ്റെ ഒക്കെ നേതൃത്വത്തിൽ. ഞാൻ അവൻ്റെ പേര് ചോദിച്ചു, അവനക്ക് എന്തിനെന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ നാഫീൻ്റെ നേതൃത്വമുള്ള ചെറിയ 20 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, അവരും ഇന്നത്തെ ഈ പണിക്ക് വേണ്ടി പണിയെടുക്കുക. ഇന്നത്തെ ഈ സംഗമത്തിൻ്റെ വിജയത്തിന് വേണ്ടി അവർ ചെയ്യുന്ന പണിയുടെ ഭയങ്കര സന്തോഷമായി. ഈ പ്രായത്തിലെ കുട്ടികളൊക്കെ മഹല്ലും പള്ളിയൊക്കെ ചേർത്ത് പിടിക്കണേ. അവർ 5 പേരുണ്ടായിരുന്നു, 5-6 പേര്. അവർ നിങ്ങൾക്ക് ഇന്ന് ചോറ് വെക്കാനുള്ള ചെമ്പാവും പള്ളിയിൽ നിന്ന് പിടിച്ച് വലിച്ച് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ എല്ലാ തലമുറയിൽപ്പെട്ടവരും ഒന്നിച്ചിരുന്ന് പണിയെടുത്തതിൻ്റെ ഫലം. മാത്രമല്ല സ്ത്രീകളുണ്ട്, കുറേ വളണ്ടിയേഴ്സായിട്ട് അവിടെ രജിസ്ട്രേഷനൊക്കെ ചെയ്യുന്നതായിട്ട്. ഒരു മഹല്ല് എന്ന് പറഞ്ഞാൽ ഒരു സാമൂഹിക ഭരണ സംവിധാനം, രാഷ്ട്രീയ ഭരണ സംവിധാനമല്ല. അത് നമ്മളെ പഞ്ചായത്തുണ്ട്, നമ്മളെ കോർപ്പറേഷനുകളുണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ സർക്കാരുകളുണ്ടാവും, പഞ്ചായത്ത്, സംസ്ഥാന തലം, കേന്ദ്രമൊക്കെ വേറെ ഉണ്ടാവും. ഇതൊരു സാമൂഹിക സംവിധാനം, ഭരണ സംവിധാനം. ഇതിന് കുഞ്ഞു കുഞ്ഞു അധികാരമുണ്ട്. നമ്മൾ അയൽക്കൂട്ടത്തിനൊക്കെ ഉള്ള അധികാരം പോലെ അയൽക്കൂട്ടത്തിനേക്കാളും വലുതായിട്ട് ഈ പ്രദേശത്തെ മുസ്ലിങ്ങൾ, എൻ്റെ പ്രസിഡന്റ് സംസാരിക്കുമ്പോൾ ഏറ്റവും ഇഷ്ടമായി തോന്നിയത് 246 എന്ന് പറഞ്ഞ്. ചിലയിടത്തൊക്കെ ചെന്ന് പ്രസിഡന്റ് എത്ര വീടുണ്ട് വെച്ചാൽ 500ഓളം എന്നാ പറയും. പിന്നെ കടക്കെടുത്ത് നോക്കിയപ്പോൾ കണ്ണൂർ ഒരു പരിപാടിക്ക് വന്നപ്പോൾ പറഞ്ഞ് എത്ര ഉണ്ട് വീട് ചോദിച്ചപ്പോൾ ഉടനെ തന്നെ പ്രസിഡന്റ് എഴുന്നേറ്റ് ഒരു 600ഓളം. അപ്പോൾ സെക്രട്ടറി ഒന്നല്ല 800ഓളം ഉണ്ട് പറഞ്ഞു. പിന്നെ ഒരു സർവൊക്കെ എടുത്ത് കഴിഞ്ഞതിൻ്റെ ശോല കണക്ക് പുറത്ത് 1100 മുകളിൽ വീടുള്ള മഹല്ലിനെ പറ്റി പ്രസിഡന്റിൻ്റെ ധാരണ 600ഓളം എന്നാണ്. അപ്പോൾ ആ പ്രസിഡന്റ് എന്ത് ഉഷാറാവും. അവിടെയാണ് എൻ്റെ മൊടിയേരി മഹല്ല് പ്രസിഡന്റിനെ അത്ഭുതപ്പെടുത്തിയത്. 246 എന്ന് അക്യുറേറ്റ് ആയിട്ട് കണക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 246 വീടിലെയും ആണായി പെണ്ണായി പിറന്ന ചെറുതും വലുതുമായ എല്ലാ മനുഷ്യരുടെയും 5 മേഖലയിലെ വളർച്ച ഉണ്ടാക്കലാണ് പള്ളി കമ്മിറ്റി. എൻ്റെ പ്രസിഡന്റും സെക്രട്ടറി ഇത് കേൾക്കണം. നിങ്ങളെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ഇതാണ്. 5 മേഖല. ഒന്ന്, ഈ നാട്ടിലെ വിദ്യാഭ്യാസ കാര്യം. വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ നിങ്ങൾ മദ്രസ മാത്രം ഒതുക്കരുത്. മദ്രസയും സ്കൂളും മതഭൗതിക പഠനം കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമാണ്. ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസം കിട്ടാതെ പോയാൽ, മുസ്ലിം വിദ്യാർത്ഥിയുടെ വിദ്യാഭ്യാസം പോരായ്മ നടന്നാൽ അത് അള്ളാഹു ചോദ്യം ചെയ്യപ്പെടുക ഈ ഉത്തരവാദിത്തം ഏൽപ്പിച്ച ആളുകളോടാണ്. അതെങ്ങനെയൊക്കെ എന്തൊക്കെയെന്നൊക്കെ ഉച്ചയ്ക്ക് ശേഷം അമ്മു സാർ ഇവിടെ വരുന്നുണ്ട് എന്ന് ഞാൻ കേട്ടു. അദ്ദേഹം വിശാലമായി പറയുമെന്ന പ്രതീക്ഷയിൽ ഞാൻ കൂടുതൽ അങ്ങോട്ട് ഇറങ്ങുന്നില്ല. മതവും ഭൗതികവും വിദ്യാഭ്യാസം ഒരു മേഖല, വിദ്യാഭ്യാസ മേഖല. രണ്ടാമത്തതൊന്ന് സാമ്പത്തിക മേഖലയാണ്. ഞാനിങ്ങനെ പള്ളിയിൽ നിന്ന് സ്വാഗത ഭാഷണത്തിൻ്റെ ആമുഖം ഇവിടെ പറഞ്ഞ സെക്രട്ടറിയാണെന്ന് തോന്നുന്നുണ്ട്. പലിശരഹിത വായ്പ തുടങ്ങുന്നു അങ്ങനെ എന്തോ പറഞ്ഞു. തുടങ്ങി മാഷാ അല്ലാഹ്. ഞാൻ കഴിഞ്ഞ ആഴ്ച SMFന് വേണ്ടി പരിപാടിക്ക് പോയത് മൊറയൂരിലാണ്, മലപ്പുറം ജില്ലയിൽ. മൊറയൂർ പഞ്ചായത്തിൻ്റെ പ്രത്യേകത, കേരളത്തിൽ ആദ്യമായി ആ പഞ്ചായത്തിലെ എല്ലാ മഹല്ലും 12 മഹല്ലുകാരും
സുന്തൂക്ക് പലിശരഹിത വായ്പാ പദ്ധതി നടക്കുന്ന കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് മൊറയൂര. അവിടെ ഒന്ന് പറയാൻ നിൽക്കുമ്പോൾ നിങ്ങളിത് തുടങ്ങിയ വിവരം കേട്ട് സന്തോഷം. അതുമാത്രമാവരുത്, പലിശരഹിത വായ്പാ പദ്ധതിക്കപ്പുറം ഞാൻ ഒരു മാസം മുമ്പ് ഈ കോഴിക്കോട് ജില്ലയിൽ തന്നെ കുറ്റ്യാടിക്കടുത്തൊരു മഹല്ല്, പേര് ഓർമ്മയില്ല, വന്നിരുന്നു പരിപാടിക്ക്. അപ്പോൾ അവിടെ അവർ പ്രഖ്യാപിക്കുന്ന മനോഹര പദ്ധതി കേട്ടു. അത്ര വയസ്സ് 70-80 വയസ്സ് കഴിഞ്ഞ് ആ നാട്ടിലെ എല്ലാ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും 3000 രൂപ മഹല്ല് കമ്മിറ്റി പെൻഷൻ കൊടുക്കുന്നു. 3000 രൂപ. ഞാൻ ചോദിച്ചപ്പോൾ പണക്കാരൊക്കെ ഉണ്ടാവില്ല, ഞങ്ങളെല്ലാവർക്കും കൊടുക്കും, പണക്കാർക്ക് അത് വേണ്ടെങ്കിൽ വേണ്ടാന്ന് പറയാം. അപ്പോൾ അതെന്ന് ചോദിച്ചാൽ എന്താ അതിൻ്റെ യുക്തി എന്ന് എനിക്ക് വളരെ സന്തോഷമായ യുക്തി പറയാം. ചിലർ മക്കൾക്ക് കുറേ പൈസ ഉണ്ടാവും, തിരിഞ്ഞു നോക്കല് വാപ്പാനും ഉമ്മാനും. അപ്പം അങ്ങനെ ആവരുത്, അവരുടെ കയ്യിൽ 3000 കൊടുക്കുക. ഇനി ഓല് പറയാണ് ഞങ്ങളെ മക്കൾ നന്നായി നോക്കുന്നുണ്ട്, പൈസ ആവശ്യമില്ല എങ്കിൽ നിങ്ങൾ തിരിച്ചു തന്നേക്ക് ഞങ്ങൾ വേറെ അർഹതപ്പെട്ടവരിലേക്ക് കൊടുക്കും. പക്ഷേ ആ നാട്ടിൽ അങ്ങനെ പരിഗണിക്കപ്പെടേണ്ടവരെ മുഴുവനും പരിഗണിക്കാൻ, അതാണ് സാമ്പത്തികം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ കുഞ്ഞായ ഒരു പലിശരഹിത വായ്പാ പദ്ധതിയിൽ മാത്രം ഒതുങ്ങരുത്. ആ നാട്ടിൽ എന്തൊക്കെ സാമ്പത്തിക ആവശ്യമുണ്ടോ അതിൽ മുഴുവനും അവരുടെ അഭിമാനത്തിന് മുറിപ്പെടാതെ, അത് പ്രധാനമാണ്. ചില നാട്ടിലൊക്കെ പറയും ഞങ്ങൾ ഇതിനേക്കാളും വലുതൊക്കെ ചെയ്യല്ലേ, ഞങ്ങൾ 25 കുട്ടികളുടെ കല്യാണം നടത്തി. അതെങ്ങനെ ചോദിച്ചാലോ കഥ കേട്ടാ സങ്കടാവും. പള്ളിയിൽ നിന്ന് ഖത്തീബ് ഉസ്താദ് എഴുന്നേറ്റിക്കും, നമ്മളെ നാട്ടിലെ ജമാൽക്കയുടെ മോളെ കല്യാണമുണ്ട്. ജമാൽക്ക നിങ്ങൾക്ക് അറിയാലോ, ഭയങ്കര പ്രയാസപ്പെട്ട മനുഷ്യനാണ്, അതുകൊണ്ട് നിങ്ങൾ കൊടുക്കണം. അയാളെ മോൻ അവിടെ ഉണ്ടാവും, അയാളെ മോന് 11 വയസ്സുള്ള മോനിത് കേൾക്കുക. ജമാൽക്കനെ പറയണത് എന്താ, പാവപ്പെട്ട മനുഷ്യനാണ്. ആ കുട്ടിയുടെ അൺകോൺഷ്യസ് മൈൻഡിൽ തന്നെ കൊടുക്കുക, നീ ഒരു യാചക കുടുംബത്തിലാണെന്ന്. ആ കുഞ്ഞിനിട്ടിട്ട് നിങ്ങളിങ്ങനെ കൊല്ലാക്കൊല ചെയ്യാം. അങ്ങനത്തെ പിരിവൊന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആ കുട്ടിയുടെയും ആ കുടുംബത്തിൻ്റെ അഭിമാനത്തിനൊക്കെ വില കൊടുത്തുകൊണ്ട് നിങ്ങൾ സഹായിക്കുന്ന എന്തൊക്കെ പദ്ധതികളുണ്ടോ അതെങ്ങനെയാ സഹായിക്കല്? അത് വളരെ മനോഹരമായ, ആളറിയാതെ ഏതാവശ്യമുള്ള ആളുകൾക്കും അവകാശമായി. ഇസ്ലാമിലെ കാഴ്ചപ്പാട് തന്നെ സക്കാത്തിനൊക്കെ പറ്റി അത് മുതലാളിയുടെ ഔദാര്യം എന്നല്ല പറഞ്ഞത്, അത് അവകാശിയുടെ അവകാശമാണ്. അത് കൊടുത്തിട്ടില്ലെങ്കിൽ ഒരൊട്ടകത്തിൻ്റെ കയറാണെങ്കിൽ ആ കയറിന് വേണ്ടി പോലും ഞാൻ യുദ്ധം ചെയ്യുന്നു പഠിപ്പിച്ച സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പാരമ്പര്യമാണ് ഇവിടുത്തെ അബ്ദുല്ലാജിക്കും പിന്നെ സെക്രട്ടറിയുടെ പേരെന്താ മൊയ്തുമാശിക്കൊക്കെ ഉള്ളത്. ആ പാരമ്പര്യം അവർ അങ്ങനത്തെ ഏറ്റെടുക്കണം, ആ ഡൗട്ടാ. അപ്പം അഭിമാനം മുറിപ്പെടാതുള്ള സാമ്പത്തികം. ഒന്ന് ഞാൻ പറഞ്ഞ വിദ്യാഭ്യാസ, 2 സാമൂഹിക, 3ാമത്തെ കാര്യം ആരോഗ്യ മേഖലയാണ്. അത് നമ്മൾ പ്രധാനമാണ്. ആരോഗ്യ മേഖല നമ്മളൊക്കെ ഈ ഫുഡ് സ്റ്റൈലൊക്കെ, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഖത്തീബ് ഉസ്താദ് വാഫി ഉസ്താദ് തോന്നുന്നുണ്ട് മനോഹരമായി മാഷാ അല്ലാ ഖിറാത്തൊക്കെ കേട്ടാൽ മതി, വെറുതെ പള്ളിയിൽ പോയിരുന്നാൽ തന്നെ മനസ്സമാധാനം കിട്ടും തോന്നുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, അള്ളാഹു ഖുർആനെ മഹബത്ത് വെക്കാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ. എന്തൊരു നല്ല ഖിറാത്ത്, യാ അയ്യുൽ മുസമ്മിലൊക്കെ ഓതിയപ്പോൾ നമ്മളിങ്ങനെ അറിയാതെ ഇങ്ങനെ ആനന്ദിച്ചു പോയി. ഖുർആൻ അത് പാരായണത്തിന് കൂടിയുള്ളതാണ്. അതിങ്ങനെ മനോഹരമായി പാരായണമൊക്കെ ചെയ്യണം, മാഷാ അല്ലാ. അപ്പോൾ ഏതായാലും ഖത്തീബ് ഉസ്താദൊക്കെ അവിടെ ഇരിക്കണ മജ്ലിസിൽ ഞാൻ പറയാം, ഈ നാട്ടിലെ ആളുകളുടെ ആരോഗ്യത്തെ പറ്റി നിങ്ങൾക്കൊരു ബോധം ഉണ്ടാവണം. നമ്മളെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പറ്റും വലിയ ദയനീയത എന്താ ചോദിച്ചാൽ, മാക്സിമം ലൈറ്റായി ഉറങ്ങുക, മാക്സിമം ലൈറ്റായി ഫുഡ് കഴിക്കുക എന്നാ. 12 മണിക്കൊക്കെ ഫുഡ് കഴിക്കുക, അഭിമാനത്തോടെ പറയാം. 11 മണിക്ക് എൻ്റെ വീട്ടിൽ ഫുഡ് തന്നെ വിളമ്പുള്ളൂന്ന്. എന്തൊരു പിരാന്തന്മാർ. രാത്രി ഭക്ഷണത്തിന് അഷാ എന്നാ പറയൽ തന്നെ, ഇഷായിൻ്റെ മുമ്പ് കഴിക്കണം എന്നാകും. അതിപ്പോൾ നമ്മളെ ജോലിയും നമ്മളെ സ്റ്റൈലൊന്നും പറ്റിയിട്ടില്ലെങ്കിലും മാക്സിമം എത്ര സ്പീഡിൽ 9 മണിക്ക് മുമ്പ് പറ്റും എന്നാൽ 9 മണിക്ക് മുമ്പ്. എന്നിട്ട് പിന്നെ ഉറങ്ങാൻ പോവുക. ചിലരുടെ വിചാരം അതങ്ങോട്ട് മാക്സിമം വൈകി 12 മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് 11:30 വരെ മീറ്റിംഗ്. അങ്ങനത്തെ സാമൂഹിക കടപ്പാടൊന്നും ഉണ്ടാക്കരുത്. ഒരു ശരീരത്തോടുള്ള ഒരു കടപ്പാടാണ് ഉറക്കം. 7 മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ടില്ലെങ്കിൽ, 6 മണിക്കൂർ ഉറങ്ങാത്ത ആളുകളുടെ ബ്രെയിൻ തന്നെ ശരിക്കും വർക്ക് ചെയ്യൂല. അതൊരു പ്രശ്നമാണ്. ബ്രെയിൻ വർക്ക് ചെയ്യൂല, ബുദ്ധി ഉണ്ടാവൂല എന്നർത്ഥം. ബുദ്ധിക്ക് പ്രശ്നം സംഭവിച്ചാലുള്ള കുഴപ്പം എന്താ വെച്ചാൽ അയാൾക്ക് അനവസരത്തിൽ ചൂടാവും, ദേഷ്യം പിടിക്കും, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ടാവും, എല്ലാം താറുമാറാവും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്ന ആരോഗ്യ മേഖല എന്ന് പറയുമ്പോൾ നമ്മളെ എല്ലാം വരൽ കേരളം ആരോഗ്യത്തിൽ നമ്പർ 1. അതെന്തിനാ അറിയോ? കുറേ ഹോസ്പിറ്റൽ ഉണ്ടാക്കിയല്ല. ഹോസ്പിറ്റൽ ഉണ്ടാക്കലാണ് പുരോഗതിയുടെ അച്ചുതണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് തന്നെ നമ്മളെ പൊട്ടത്തരം. ഹോസ്പിറ്റലുകൾ ഉണ്ടാകുന്നതല്ല, ഹോസ്പിറ്റലുകളിൽ രോഗികൾ പോകാതിരിക്കുന്നിടത്താണ് നമ്മുടെ നാട് വിജയിക്കേണ്ടത്. അത്യാവശ്യത്തിന് പോകണം, അത് വേറെ. എത്രത്തോളം നമുക്ക് ലൈഫ് സ്റ്റൈലിൽ എത്ര നല്ല സമീകൃതമായ ക്രമങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോ അതൊക്കെ ആലോചിക്കുക. അതിനെപ്പറ്റി പരിശീലനം നൽകപ്പെടുന്ന മജ്ലിസുകളൊക്കെ ഈ നാട്ടിൽ ഉണ്ടാകണമെന്ന് ഞാൻ പറഞ്ഞ ആരോഗ്യം. 3ാമത്തെ ഒരു പ്രധാന കാര്യമാണ്
സാമൂഹികമായ കാര്യങ്ങൾ. അതാണ് ഈ ക്ലാസ്സിൽ എന്നോട് കൂടുതൽ സംസാരിക്കാൻ. ആരാ ഈ സുൽഫിക്കർ? ഇവിടെ ഉണ്ടോ? സുൽഫിക്കർ അല്ല ഇന്നലെ എന്നോട് സംസാരിച്ചത്? നിങ്ങൾ രണ്ടാമത് ഫോൺ കൊടുത്തത് മുത്തലിബ് അല്ലേ? മുത്തലിബ് എന്ന് പറയുന്ന ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾ എന്നോട് സാമൂഹികത്തിലേക്ക് കൂടുതൽ പറയാനും പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അങ്ങോട്ട് തന്നെ ഞാൻ പറയുന്നതുകൊണ്ട് അത് കൂടുതൽ സാമൂഹികം പ്രധാനമാണ്. നിങ്ങൾ ആലോചിച്ച്, സാമൂഹികം എന്ന് പറയുമ്പോൾ സമൂഹം എന്ന രീതിയിൽ മുസ്ലിമിൻ്റെ ഇന്നത്തെ അവസ്ഥ അങ്ങനെ ആലോചിച്ചാൽ മതി. ഒരു ഹിജാബ് വന്നപ്പോഴേക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നു. ഇസ്ലാമിക് ഫോബിയ കൂടി. ഒരു ഹിജാബ് വന്നപ്പോഴേക്ക് പിന്നെ അതിനെപ്പറ്റി വന്ന ചർച്ചകൾ മുഴുവൻ എത്ര വർഗീയമായി. ഞാൻ ചോദിക്കട്ടെ, ഒരു ഇന്ത്യ രാജ്യം എന്നത് വളരാന്ന് പറഞ്ഞാൽ നമ്മളൊരു ശരീരം വികസിച്ചു വളർന്നു എന്നൊക്കെ എങ്ങനെ പറയാം? ശരീരത്തിൻ്റെ തല മാത്രം തടി വെച്ച് വന്നു. അപ്പം നമ്മളെന്താണ് ആ കുട്ടി അയാൾ നല്ല തടി വെച്ചെന്ന് പറയുമോ? അയാൾക്ക് എൻഡോസൾഫാൻ രോഗം ഉണ്ടായിന്നാ പറയാം. ഒരാളുടെ കാല് മാത്രം തടി വെച്ച് വന്നു. അപ്പം നമ്മൾ അയാൾ നല്ല തടി വെച്ചെന്ന് പറയില്ല, അയാൾക്ക് മന്തുണ്ടെന്ന് പറയാം. ഇനി ഒരാളുടെ വയറ് മാത്രം തടി വെച്ചാൽ നമ്മൾ ഇയാൾ ഭയങ്കര ഉഷാറായല്ലോ എന്ന് പറയില്ല. എടാ എൻ്റെ വയറിനെന്തോ പ്രശ്നമുണ്ട്, പൊണ്ണത്തടിയാ തോന്നുന്നു. ഇതൊക്കെ രോഗമാണ്. അതേപോലെയാ ഒരു രാജ്യം വളരാന്ന് പറഞ്ഞാൽ, ഒരു കേരളം എന്ന സംസ്ഥാനം വളരാന്ന് പറഞ്ഞാൽ, കോഴിക്കോട് ജില്ല വളരാന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും മതമുള്ളവനും നിരീശ്വരവാദികളും എല്ലാവരും ഒരേപോലെ സാമൂഹിക സാമ്പത്തിക സാംസ്കാരികമായി വളരാന്ന് പറഞ്ഞാൽ ഒരു നാട് വളരുള്ളൂ. അല്ലാത്ത അപ്പോൾ ഇവിടെ ഹിന്ദുക്കൾ വളരണം, ക്രിസ്ത്യാനി വളരണം, മുസ്ലിം വളരണം, അവർക്കൊക്കെ സാമൂഹിക സുരക്ഷിതത്വം ഉണ്ടാകുന്നിടത്താണ് ഒരു നാട് മനോഹരമായി വിജയിക്കുക. അല്ലാത്ത കാലത്തോളം ആ നാടിൽ സ്വസ്ഥത വരില്ല. അപ്പോൾ ഇവിടെ കേരളത്തിൽ ഇന്നത്തെ ഏറ്റവും വലിയ പ്രയാസം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ മീഡിയകളും പറയാം ഇസ്ലാമിക് ഫോബിയ, മുസ്ലിം പേടി കൂടിക്കൊണ്ടിരിക്കുക. അങ്ങനത്തെ ഒരു ചർച്ച നടക്കുക. നമ്മളെ ചില പ്രമുഖ ടി വികളൊക്കെ ഹിജാബ് വിവാദം വന്നപ്പോൾ ഒന്നാമത്തെ ദിവസം നേരിട്ട കാഴ്ചപ്പാട് നമ്മളെ വരയ്ക്ക് വേദനിപ്പിച്ചു. 2-3 ദിവസം മാറിയപ്പോൾ ടിസ്റ്റ് മാറിയപ്പം അവരും മാറാം. മലക്കം പറയുന്ന സ്വഭാവങ്ങൾ ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ സാമൂഹികമായി ഇനി അതിനേക്കാളും വലിയ ദുരന്തം നമ്മളെ കൗം എന്ന് പേരുള്ള, മുസ്ലിം എന്ന് പേരുള്ള ചില ആളുകൾ പോയിട്ട് സോഷ്യൽ മീഡിയയിൽ ആ കന്യാസ്ത്രീ സംസാരിച്ചതിൻ്റെ താഴെ പോയി പറഞ്ഞ തെറിയ അഭിഷേകം വായിക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മളോട് ലജ്ജ തോന്നുന്നു. ഈ കുട്ടിക്ക് സാമൂഹിക ബോധം കുറവാ. ഇവൻ മുസ്ലിം പേര് വെച്ച്, ഫേക്ക് പേരിൽ വരട്ടെ, മുസ്ലിം തന്നെ പേര് വെച്ച് സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലൊക്കെ സംസാരിക്കുന്നവരുടെ ഭാഷ പോലും ഇസ്ലാമിൻ്റെ അഡ്രസ്സായി മാറുന്ന കാലത്ത് നമ്മളൊക്കെ നമ്മളെ ഭാഷ നന്നാക്കണം, സ്വഭാവം നന്നാക്കണം, ആളുകളോട് ഇടപെടലുകൾ നന്നാക്കണം. അതൊക്കെ അനിവാര്യമായൊരു സമയത്താണ്. ഞാൻ സാമൂഹികമായ ഒരു പൗരനായി മൊടിയേരി മഹലിലെ മുഴുവൻ ജനങ്ങളെയും മാറ്റേണ്ട ബാധ്യത ഈ പള്ളി കമ്മിറ്റിക്കുണ്ട്. അവന് ഏത് രാഷ്ട്രീയ പാർട്ടി ആവട്ടെ, രാഷ്ട്രീയമല്ല നമ്മുടെ പ്രശ്നം. അവനെ സാമൂഹികമായി ഇവിടെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും ജൂതനും മതമുള്ളവനും മതമില്ലാത്ത നിരീശ്വരവാദികളും അവർ നമ്മളെ പ്രൊവോക്ക് ചെയ്യുന്ന ഭാഷകൾ ഉപയോഗിക്കും, അവർ നമ്മളെ വേദനപ്പെടുത്തുന്ന ഭാഷകളൊക്കെ ഉപയോഗിച്ചാം. പക്ഷെ ഒരു മുസൽമാൻ്റെ നാവിൽ നിന്ന് വരേണ്ട പദങ്ങൾ എന്തൊക്കെയെന്ന് മൊടിയേരിയിലെ മുസ്ലിമിനെ നന്നാക്കേണ്ടത് ആരെന്ന് ചോദിച്ചാൽ ഈ വാഫി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ, ഈ അബ്ദുള്ള ഹാജിയുടെ നേതൃത്വത്തിൽ, ഈ സെക്രട്ടറിയുടെ ഒക്കെ നേതൃത്വമുള്ള ഇവിടുത്തെ പള്ളി കമ്മിറ്റിയും സദർ ഉസ്താദൊക്കെ കൂടിയിട്ടുള്ള ഈ പള്ളി കമ്മിറ്റിയും അവരെ മുന്നിൽ നിന്ന് നയിക്കുന്ന പണ്ഡിതന്മാരുമാണ്. അപ്പോൾ സാമൂഹികമായി കടപ്പാടുകളുണ്ട്. അതുമാത്രമല്ല നമ്മളെ വ്യക്തി ജീവിതത്തിലേക്ക് കടക്കാണ്ട് ഞാൻ അത് പറയാനുള്ളതുകൊണ്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. 5ാമത്തെ ഒരു മേഖലയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട പള്ളി കമ്മിറ്റിക്കാർ ഗൗരവത്തോടെ കാണേണ്ടത്. ഈ നാട് മാറിയെന്ന് തോന്നൽ എപ്പോഴറിയോ? മാനസികമായി ഈ നാട്ടിലെ മൊടിയേരിയിലെ 246 വീട്ടിലെ ചെറുപ്പക്കാരിയും യുവാക്കളും യുവജനങ്ങളും വയസ്സന്മാരൊക്കെ മാനസികാരോഗ്യമുള്ളവരാണെന്ന് ഉറപ്പുവരുത്തണം. ഈ മാനസികാരോഗ്യം ഇന്ന് നമ്മൾ തീരെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സാധനം അതാ, മാനസികാരോഗ്യം. അതുകൊണ്ടാണ് ചെറിയ പ്രശ്നം വരുമ്പോഴേക്ക് ആ കുട്ടികൾ മൊബൈൽ എറിഞ്ഞു പൊട്ടിക്കുന്നു, വീട്ടിൽ കലാപം ഉണ്ടാക്കുന്നത്. പേടിയാണ് കുട്ടികളെ കാണുമ്പം. എവിടുന്നാണ് ഈ കുട്ടികൾക്ക് ഈ ക്രൂരത വരുന്നത്? എവിടേക്കാണ് ഈ ഇംബാലൻസ്ഡ് ആയ മൈൻഡ് സെറ്റ് എങ്ങനെ ഉണ്ടാകുന്നു? പഠിക്കണം, ആ സാധനങ്ങളെ അവരെ ബോധവൽക്കരിക്കണം, അവരെ കൊണ്ടു നടക്കണം. എങ്ങനെയൊക്കെയാണെന്ന ചിന്തകളും മഹല്ല് കമ്മിറ്റി നടത്തണം. ഈ 5 മേഖല, ഒന്ന് വിദ്യാഭ്യാസ മേഖല, രണ്ടാമത്തത് സാമൂഹിക മേഖല, ആരോഗ്യ മേഖല, അതേപോലെ തന്നെ മാനസിക മേഖല. ഇനി
ഒരു മുസ്ലിം എന്നുള്ളവർക്ക് ഏറ്റവും പ്രധാനമാണ്. ഇതിൻ്റെയൊക്കെ പൂർണ്ണത മുസ്ലിം എന്ന് നമ്മൾ പറയുന്നത്. മുസ്ലിമിൻ്റെ പൂർണ്ണത അവൻ്റെ ആത്മീയ ജീവിതമാണ്. ആത്മീയതയും പൂർണ്ണമായും ഇടപെടുകയും അതിലേക്ക് ആവശ്യമായ നന്മകളൊക്കെ കൊടുക്കുന്ന ക്ലാസ്സുകളും ചിന്തകളും ചർച്ചകളൊക്കെ ഇന്നത്തെ ആളുകൾക്ക് ദഹിക്കാൻ പറ്റാവുന്ന ഭാഷയിൽ. പ്രബോധനത്തിന് പ്രത്യേകത ഉണ്ട്, അത് ഓരോ കാലത്തിനനുസരിച്ച് മാറും. പണ്ട് ഒരു രാത്രി വയലുകളുണ്ട്, ഇനി നമുക്ക് ഓർമ്മ ഉണ്ടാവും. ഈ 40 ദിവസമൊക്കെ ചേലാമ്പ്ര അബ്ദുൽ ഖാദർ ഹാജിയൊക്കെ പറയാറുണ്ട്. അദ്ദേഹം വടകര ഭാഗത്തൊക്കെ പ്രസംഗിക്കാൻ വരാറുണ്ട്. അദ്ദേഹം വലിയ പണ്ഡിതരായിരുന്നു. അദ്ദേഹം ഒക്കെ 40 ദിവസമൊക്കെ രാത്രി നീണ്ടു പ്രസംഗിക്കും. ആ പ്രസംഗം കേൾക്കാൻ ചൂട്ട് കത്തിച്ച ആളുകൾ ഇങ്ങനെ വന്നിരുന്നു. ഇന്ന് അങ്ങനത്തെ ഒരു രാത്രി പ്രസംഗം വെച്ച നിങ്ങളാരെ വരുമോ? നിങ്ങളെന്താ മുണ്ടാത്തേ? വരുമോ? വരൂല. നമ്മളൊക്കെ കാലം മാറി. ഇന്ന് യൂട്യൂബിലുണ്ട് കുറേ സാധനങ്ങൾ. ഇനി നമ്മളാളുകളോട് സംവദിക്കേണ്ട ഭാഷ ഏത്, ശൈലി ഏത്, മാധ്യമം ഏത് എന്നൊക്കെ ആലോചിച്ച് ആത്മീയമായും ഇടപെടണം. അപ്പോൾ എൻ്റെ പള്ളി കമ്മിറ്റിക്കാരെ, ഇതൊക്കെയാണ് നിങ്ങളുടെ ഡ്യൂട്ടി. നിങ്ങൾക്കുള്ള കൂലി എന്താണെന്ന് അറിയുക. ഹബീബായ പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ഏതെങ്കിലും ഒരു മനുഷ്യൻ അള്ളാഹു ഇഷ്ടപ്പെട്ടാൻ, മൻ അഹബ്ബഹുല്ലാഹ് ജഅലഹു ഖയ്യിമ മസ്ജിദ്, ആരെങ്കിലും അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ അവനെ അള്ളാഹു പള്ളി ഭരിക്കണ പരിപാലന സമിതിയിൽ അംഗമാക്കുമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ഇവിടെ പള്ളി കമ്മിറ്റിക്കാരൊക്കെ കയ്യൊക്കെയാട്ടെ ഇരിക്കണേല് ബാക്ക്. ഇവിടെ 1 2 3 4 4 പിന്നെ ഇവിടെ 2 ആളും അല്ലേ, 5. എത്ര ആളാ അബ്ദുല്ലാജി കമ്മിറ്റിക്കാർ? 21. 7 ആൾ വന്നിട്ടുള്ളൂ. ഇനിയുണ്ടോ? ഒന്നുകൂടി കൈവെക്കാത്തതാണോ? ബാക്കിൽ കുറേ ഉണ്ടാവില്ലേ രജിസ്ട്രേഷനൊക്കെ ആയിട്ട്? ഓക്കെ. അപ്പോൾ 21 അംഗ സമിതിയുണ്ട്. ഈ 21 ആളുകൾക്ക് സന്തോഷമായില്ലേ? അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെട്ടുള്ളതിന് തെളിവെന്താ ചോദിച്ചത്? പറഞ്ഞത് ഹബീബായ പുണ്യനബി പറയാ, അവർക്ക് കുറേ പൈസ കൊടുക്കുമെന്നല്ല, അവർക്ക് കുറേ മക്കളെ കൊടുക്കുന്നല്ല. മൻ അഹബ്ബഹുല്ലാ, ആരെങ്കിലും അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ ജഅലഹു ഖയ്യിമ മസ്ജിദ്, അവനെ അള്ളാഹു പള്ളി ഭരിക്കണ ആളാക്കി മാറ്റുമെന്ന് മുഹമ്മദ് മുസ്തഫ. ആ ഡ്യൂട്ടി നിങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉള്ളിൽ അറിഞ്ഞ് സന്തോഷിക്കുക. നിങ്ങളെ പള്ളി നോക്കാൻ അള്ളാഹു മൊടിയേരി പള്ളിയുടെ ചുമതല. മനോഹരമായ പള്ളി. ഞാൻ അവിടെ പോയി നിസ്കരിക്കാൻ കയറി. എനിക്ക് ആ പള്ളി കണ്ടപ്പം, അതിൻ്റെ ചുറ്റുള്ള സൗകര്യങ്ങൾ കണ്ടപ്പം, വെറുതെ പള്ളിക്ക് മുമ്പിലൊക്കെ ഫ്രീ ആയിട്ട് ഇരിക്കാൻ സ്ഥലങ്ങൾ ഒരുക്കി വെച്ച് അങ്ങനെയൊക്കെ ഞങ്ങൾ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചത് അള്ളാഹു കബൂലാക്കട്ടെ, ആമീൻ. ഈ പള്ളി കമ്മിറ്റിക്കാരെ ഭാര്യമാർ ഇവിടെ ഉണ്ടാവും. അപ്പോൾ അവരിടയ്ക്കിടയ്ക്ക് മീറ്റിംഗ് യോഗം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി ഇങ്ങനെ പോകുമ്പോൾ, ഒരു പിരാന്തി യോഗം, ഒരു ഞായറാഴ്ച ഒഴിവുള്ളൂ അതൊന്നും പറയരുത്. ആ പാവങ്ങൾ പണിയെടുക്കട്ടെ, അത് അവരുടെ വലിയ ഇബാദത്താണ്, വലിയ പുണ്യമുള്ള ഇബാദത്താണ്. അപ്പം നിങ്ങൾക്ക് സന്തോഷമായി. അതേ സന്തോഷമായ ചെവിയോടങ്ങൾ കേൾക്കണം. ആ ബാക്കിലെ കൈവയ്ക്കാ താടിക്കാരൻ്റെ പേരെന്താ? കമ്മിറ്റിക്കാരൻ. പേര് പറയും. നൗഷാദ് സാഹിബ്. സന്തോഷമായില്ലേ? എന്നാൽ നൗഷാദ് സാഹിബ് ഒന്നും കൂടി കേൾക്കുക. അടുത്ത ഹദീസ് ഇത് നിങ്ങൾക്കൊക്കെ അറിയണ ഹദീസാണ്. കുല്ലുക്കും റായിൻ ബക്കി. നിങ്ങൾക്കൊക്കെ അറിയും. പള്ളി കമ്മിറ്റിക്കാർ എവിടെ യോഗത്തിന് പോയാലും കേൾക്കുന്ന ഹദീസാ. കുല്ലുക്കും റായിൻ, നിങ്ങൾ മുഴുവനും ഉത്തരവാദിത്തമുള്ളവരാ. വകുല്ലുക്കും മസ്ഊലിൻ അൻ റഅയതിഹി. നൗഷാദേ, അള്ളാഹു ചോദിക്കും, നിങ്ങൾ മുഴുവനും നിങ്ങളെ ഉത്തരവാദിത്തങ്ങളെ പറ്റി ചോദ്യം ചെയ്യുക തന്നെ ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഈ ഹദീസിൻ്റെ ശരിക്കുള്ള അർത്ഥം എന്താ അറിയോ? മൊടിയേരി മഹലിൽ എല്ലാവരും മരിച്ചു പോകും, ഞാനും മരിക്കും, നമ്മളെല്ലാവരും. അങ്ങനെ മരിച്ച് മഹ്ശറയിൽ ചെല്ലുന്ന സമയത്ത് നമ്മളെല്ലാവരും ഇങ്ങനെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ചോദ്യം ചെയ്യലിന് വിധേയമാകുന്ന സമയത്ത് ഓരോ കാര്യങ്ങളെ പറ്റി ചോദിക്കും. ഇപ്പം കമ്മിറ്റിക്കാരല്ലാത്ത ഓരോരുത്തരോടൊക്കെ അവരെ സമ്പത്തിനെ പറ്റി, അവർക്ക് നൽകിയ മക്കളെ പറ്റിയൊക്കെ ഇങ്ങനെ ചോദിച്ചിങ്ങനെ വിടുമ്പോൾ നമ്മൾ നൗഷാദും ഇങ്ങനെ വരും അടുത്തതായിട്ട്. മുമ്പുള്ള ആളുകളുടെ ചോദ്യങ്ങളൊക്കെ അത് കഴിഞ്ഞ് നൗഷാദ് ഇങ്ങനെ വരുമ്പോൾ പഠിച്ചോ മരിച്ച് പോകല്ല, എന്നോട് സ്പെഷ്യലായ കുറച്ചും കൂടി ചോദ്യമുണ്ട്. ഇതാണ് ഇതിൻ്റെ അർത്ഥം. എന്താ സ്പെഷ്യലായ ചോദ്യം? 2025-26 വർഷത്തിൽ മൊടിയേരി മഹലിലെ 246 വീട്ടിലെ പാവപ്പെട്ട മുസ്ലിമിനെ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരികമായി വളർത്തുന്ന ഒരു കമ്മിറ്റിയിൽ അംഗമാക്കി ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നുവല്ലോ, നീ എന്തൊക്കെ പണിയെടുത്തു എന്ന് ചോദിക്കും. ഞാനിങ്ങനെ അബ്ദുല്ലാജി വിളിക്കുമ്പോൾ യോഗത്തിന് പോയി ചായ അടിച്ച് പോന്നീനി എന്ന് നൗഷാദ് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുത്ത് ഉത്തരം പ്രയാസപ്പെടും. അവിടെ പണിയെടുക്കണം, അതാണ് ഉത്തരവാദിത്തം. ഈ ഉത്തരവാദിത്ത ബോധം വന്നപ്പോഴാണ് സയ്യിദുന ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഈ അധികാരം കയ്യിൽ കിട്ടുന്ന സ്ഥലം കണ്ടപ്പോൾ ഓടിപ്പോയത്. നമുക്കൊക്കെ ഒരു പാട്ട് കേട്ടിട്ടുണ്ടാവും, ഉണ്ടു സഖി, അങ്ങനെ പാട്ടില്ലേ ഉമ്മമാരല്ലേ? ഒരു പാട്ടില്ലേ, പാകിസ്ഥാനിലെ പാട്ട് പാടും തോന്നുന്നുണ്ട് അല്ലേ? ഒത്തൊക്കെ കേട്ടിട്ട് പാട്ട് പാടും തോന്നുന്നുണ്ട്. ഒരു ഉണ്ടു സഖി ഒരു കുല മുന്തിരി തിന്നിടുവാന്നൊക്കെ പറഞ്ഞ മാപ്പിളപ്പാട്ടുണ്ട്. നമുക്കിതൊരു മാപ്പിളപ്പാട്ട് മാത്രമാണ്. ഈ മാപ്പിളപ്പാട്ട് ശരിക്കും ആരെ പറ്റിയാറ്? ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് വഫാത്താകുന്ന സമയത്ത് ഭാര്യയോട് ചോദിക്കുക, സഖി
എനിക്കൊരു മോഹമുണ്ട് ഒരു മുന്തിരി തിന്നാൻ. വെള്ളം വറ്റിയിട്ട് വയ്യ വായയിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കി, 2.5 കൊല്ലം ഖലീഫയായി ഭരിച്ച ഒരു ഭരണാധികാരി ലോകത്തോട് വിട പറയുന്ന സമയത്ത് ഒരു തുള്ളി പണമില്ലാതെ മുന്തിരി പോലും തിന്നാൻ പ്രയാസപ്പെടുന്ന സങ്കടം പറയാം. അപ്പോൾ ഭാര്യ പറയാം, അങ്ങാരാ 5 പൈസ കയ്യിലില്ലാത്ത ഫക്കീറാണ് അങ്ങെന്ന് പറയുന്നുണ്ട്. ഈ ഉമർ അബ്ദുൽ അസീസിന് അധികാരം കിട്ടുന്ന കഥ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് അധികാരം കിട്ടുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ മുമ്പത്തെ രാജാവ് മർവാനാണെന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം മരണപ്പെടാം. അദ്ദേഹത്തെ മരിക്കുന്ന സമയത്ത് ചെറിയ 2 കുഞ്ഞുങ്ങളേ ഉള്ളൂ അദ്ദേഹത്തിന്. അപ്പോൾ ഈ മക്കൾക്ക് അധികാരം കിട്ടണം, പക്ഷെ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. മർവാനാണ് മരണവെപ്രാളത്തിലായി. അപ്പോൾ അദ്ദേഹത്തിന് മന്ത്രിയായി ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുക. നിങ്ങളെ ജ്യേഷ്ഠൻ്റെ മൂത്താപ്പൻ്റെ മകനാണല്ലോ ഉമർ അബ്ദുൽ അസീസ്, അവന് ഈ അധികാരങ്ങളോടൊന്നും ഇഷ്ടമില്ലാത്ത ആളാണ്. നമുക്ക് നിങ്ങളെ മകൻ വളർന്നു വന്നാൽ അധികാരം അദ്ദേഹത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഉമർ അബ്ദുൽ അസീസിനെ ഭരണം ഏൽപ്പിക്കാം. പക്ഷേ ഇതിപ്പം പറഞ്ഞ എൻ്റെ കുടുംബക്കാരൊക്കെ കച്ചറ ഉണ്ടാക്കും. ഞാൻ മരിച്ചാൽ എൻ്റെ വസിയത്തായിട്ട് പറഞ്ഞ് അവർ സ്വീകരിക്കും. അപ്പോൾ മന്ത്രിയോട് പറഞ്ഞു, മന്ത്രി പറഞ്ഞു, ഞാൻ നിങ്ങൾ കൈപ്പടയിൽ പേരെഴുതു, ഞാനത് സീൽ ചെയ്ത് ഇവിടെ വെക്കാം. നിങ്ങൾ ഒഫാത്തായാൽ മറമാടാതെ ദർബാർ ആളിൽ അങ്ങയുടെ മയ്യത്ത് വെച്ചിട്ടുണ്ട് കുടുംബാംഗങ്ങളെ വിളിച്ച് ഞാൻ ഈ പേര് പ്രഖ്യാപിക്കുന്നത്. അപ്പം അദ്ദേഹം ഒഫാത്താകുന്നു, രാജാവ് മരണപ്പെടുന്നു, ഖലീഫ മരണപ്പെടുന്നു. കുടുംബാംഗങ്ങളെ മുഴുവൻ വിളിച്ച് അവർക്ക് അറിയണം അടുത്ത ഖലീഫ ആരാണ്. അദ്ദേഹത്തിന് മക്കൾ പറ്റൂല, ചെറിയ കുട്ടികളാണ്, ആരാണ്. അപ്പം മന്ത്രി വിളിച്ചു പറഞ്ഞു, ഇതാ എൻ്റെ കയ്യിൽ രാജാവ് ഖലീഫ വഫാത്താകുമ്പം അടുത്ത ഖലീഫയുടെ പേര് പറഞ്ഞിട്ടുണ്ട്, ഇതാ ഈ പേരിലുള്ള ഈ പേപ്പറിൽ എഴുതി വെച്ച പേരാണ്. അത് എന്നോട് പറയാൻ പറഞ്ഞത് കുടുംബക്കാരെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ കുടുംബാംഗങ്ങളും ദർബാർ ആളിൽ എത്തണമെന്ന് രാജകൽപ്പന വന്നു. എല്ലാവരും വന്നിരുന്നു. കുടുംബത്തെ ആ രാജാവിൻ്റെ ഖലീഫയുടെ മയ്യത്തിനെ മുമ്പിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഈ മയ്യത്തായി കിടക്കുന്ന രാജാവ് ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഞാൻ നിർവഹിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് മന്ത്രി ഇത് പ്രഖ്യാപിക്കാൻ ഇങ്ങനെ വരുമ്പം ഉമർ അബ്ദുൽ അസീസ് പതുക്കെ പോയിട്ട് അദ്ദേഹത്തെ പിടിച്ചു. മന്ത്രിയെ, എൻ്റെ പേരാണോ അതിൽ എഴുതിയത്, എന്നോടൊന്ന് പറയുമോ എന്ന് ചോദിച്ചു. നമ്മളൊക്കെ സാധാരണ എൻ്റെ പേരുണ്ടോ എന്ന് പ്രസിഡന്റിനോട് ചോദിക്കണം, മെമ്പറാകാനുള്ള പൂതിയുണ്ടാ. ഇയാൾ അതിനല്ല, ഉണ്ടെങ്കിൽ ആ ദർബാർ ഹാളിലേക്ക് പോകാതിരിക്കാൻ. അതറിയുന്ന മന്ത്രി പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ പറയൂല എന്ന് ആദ്യമേ കൊടുത്ത ഉറപ്പാണ്, ഞാൻ വിശ്വാസവഞ്ചന ചെയ്യൂല, നിങ്ങളും ദർബാർ ഹാളിൽ വരണമെന്ന് പറഞ്ഞു. ഇദ്ദേഹം ദർബാർ ഹാളിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഇങ്ങനെ ഇരിക്കുക. ആ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഈ പ്രഖ്യാപനം വരുന്നു. കവറ് പൊട്ടിച്ചു. എല്ലാവരും ആകാംക്ഷയോടെ കൂടി കാത്തിരിക്കുന്നിടയിലേക്ക് അതാ മന്ത്രി പ്രഖ്യാപനം നടത്തുന്നു, അടുത്ത ഖലീഫ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ്. ഇത് കേൾക്കേണ്ട താമസം ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് ഇറങ്ങി ഓടുകയാണ്. എന്താ ഓടാൻ കാരണം? എനിക്ക് വേണ്ട ഭരണം എന്നെ കൊണ്ടാവില്ല, എനിക്ക് അധികാരം പേടിയാണെന്ന് പറഞ്ഞു ഓടിയ ഉമർ അബ്ദുൽ അസീസിനെ ആളുകൾ പോയി പിടിച്ച്, അവർ സൈനികരൊക്കെ പോയി പിടിച്ചു കൊണ്ടുവന്ന് അധികാരം ഏൽപ്പിക്കുക. എൻ്റെ ഉമർ ഇബ്നുൽ അസീസിന് ഓടാൻ കാരണം അദ്ദേഹത്തിന് ഭയമായിരുന്നു. അള്ളാഹു എന്നോട് ചോദിക്കും, ആ 2.5 കൊല്ലക്കാലത്ത് എൻ്റെ പ്രവർത്തനം മുഴുവനും എൻ്റെ റബ്ബ് എന്നോട് ചോദിക്കുമെന്നുള്ള പേടിയാണ്. നമുക്കൊക്കെ ആ പേടി വേണം. എൻ്റെ നൗഷാദിന് വേണം, എൻ്റെ പള്ളി കമ്മിറ്റിയിലെ മുഴുവൻ അംഗങ്ങൾക്കും വേണം. അപ്പം നിങ്ങൾ ജാഗ്രതയോടെ പണിയെടുക്കണം. അത് കേട്ടിട്ട് നിങ്ങൾ പേടിച്ച് ഓടരുതേ, ജാഗ്രതയോടെ. ഈ ജാഗ്രത കാണിച്ചതാ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു. രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെട്ട് നടക്കുമത്രേ മദീനയിലെ തെരുവുകളിലൂടെ. ഞാൻ സഹായിക്കേണ്ട മദീന പ്രദേശത്തെ ഏതെങ്കിലും ഒരു മുസ്ലിമിന് എൻ്റെ സഹായം കിട്ടാത്തതിൻ്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്നുണ്ടോ എന്ന പേടിയിൽ ഉറക്കം ഒഴിവാക്കിയിട്ട് ഉമർ നടന്നിരുന്നുവെങ്കിൽ മൊടിയേരി മഹല്ല് കമ്മിറ്റിയിലെ 21 അംഗത്തിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കൊരു പ്രദേശം ഏൽപ്പിച്ചിട്ടുണ്ടാകും. നിങ്ങൾ രാത്രി ഒന്നും ഉറക്കയിക്കണമെന്നില്ല, പകലിലെങ്കിലും ഒരു ജാഗ്രതയുണ്ടാകണം. നൗഷാദിന് ഏൽപ്പിക്കപ്പെട്ട 241 ഒരു 10 വീട് 20 വീടൊക്കെ ഉണ്ടാവുള്ളൂ ഒരാൾക്കില്ലേ? അങ്ങനെ വല്ലതും ഉണ്ടോ? ചുമതല ഉണ്ടോ? ഇല്ല. പ്രസിഡന്റും സെക്രട്ടറിനെ ഫുള്ള് ഏൽക്കണ്ട, കുറച്ച് മുറിച്ചു കൊടുത്തേക്കണ്ടി. അപ്പോൾ നിങ്ങൾക്കൊരു സുഖം എന്താ? ഡിവൈഡ് ആൻഡ് റൂൾ. വാർഡ് സിസ്റ്റം പോലെ ഒരു 20 വീടിൻ്റെ ചുമതല നൗഷാദിനെ ഏൽപ്പിക്കുക. ഒരു 20 വീടിൻ്റെ ചുമതല നിങ്ങളുടെ പേരെന്ത്? മൂസാജിയെ ഏൽപ്പിക്കുക. ഒരു 20 വീടിൻ്റെ ചുമതല വേറെ ആൾ. അങ്ങനെ ആകുമ്പോൾ ഗുണം എന്താ? എല്ലാ കാര്യങ്ങൾക്കും മൂസാജിനെ ഏൽപ്പിച്ചാൽ മൂസാജി അവിടെ പോയി പറഞ്ഞോളൂ, നിങ്ങളൊന്നും നോക്കണ്ട. അടുത്ത യോഗത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് മൂസാജിനോട് ചോദിക്കുക, അല്ല മൂസാജിയെ, നിങ്ങൾ ഏൽപ്പിച്ച പണി എന്തേ ചെയ്യാഞ്ഞത്? നൗഷാദെ, എൻ്റെ നാട്ടിൽ നിന്ന് കുടുംബസംഗമത്തിലേക്ക് 3 ആളെ വന്നിട്ടുള്ളല്ലോ, അതൊക്കെ ചോദിക്കാൻ പറ്റണം. ഇതിപ്പോൾ എന്താ അറിയോ? എല്ലാ യോഗത്തിലും പാവ അബ്ദുല്ലാജിനെയും പാവ മാഷിനെയും പിടിച്ച് ചോദ്യം ചെയ്യല. അപ്പം കമ്മ്യൂണിറ്റി മെമ്പർമാർക്ക് പണി തിരിച്ച് അങ്ങോട്ടും കൊടുക്കി. അപ്പോൾ ഭരണം മനോഹര
മനോഹരമായി നടക്കുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. അതാണ് ഒന്നാമത് മഹല്ല് സംവിധാനങ്ങളിൽ വേണ്ടത്. ക്ലസ്റ്റർ അല്ലെങ്കിൽ വാർഡ് സംവിധാനങ്ങളാണ്. 246 കുഞ്ഞു 40 വീടുള്ളൊരു ഏരിയക്കാക്കുക. ആ 40 വീടിന് ഒരു 3 ആളെയൊക്കെ ചുമതല ഏൽപ്പിക്കുക. ഒരു കമ്മിറ്റിക്കാരും 2 യുവാക്കളും. ഇനി വേണം സ്ത്രീകളെ വേണം അവരെ വേറെ തന്നെ ഒരു ഗ്രൂപ്പൊക്കെ ആക്കുക. അങ്ങനെ അവർക്കൊക്കെ ഒരു സംഘാക്കിയ ഭരണം എളുപ്പമായിരിക്കും. നിങ്ങൾ ഇവിടെ എനിക്ക് തോന്നുന്ന അഡ്വക്കേറ്റ് എസ് മമ്മു നിങ്ങൾക്ക് ചില പ്രൊജക്റ്റൊക്കെ തരുമെന്നാണ്. സാധാരണ മഹല്ല് സംഗമങ്ങളിൽ അങ്ങനെയൊക്കെ ഉണ്ടായി പിരിയണം. ഇതൊരാവേശത്തിന് നല്ല ബിരിയാണിയൊക്കെ തിന്നിട്ട് ചോറ് അടിപൊളിയായിരുന്നു പറഞ്ഞ് പിരിയരുത്. അടുത്തൊരു കർമ്മ പദ്ധതി എൻ്റെ ഈ കുടുംബ സംഗമം കൊണ്ടുണ്ടായതെന്ന് ഞാൻ അബ്ദുല്ലാജിക്ക് ഒരു വോയിസൊക്കെ ഇട്ട് നോക്കും. നല്ല ആൾ വന്നെന്ന് മാത്രം എന്നോട് പറയരുത്. ഇതിൽ നിങ്ങൾ ചില തീരുമാനങ്ങൾ എടുക്കണം നെക്സ്റ്റ് ലെവലിലേക്കുള്ള. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അപ്പോൾ ഒന്ന് ഞാനിപ്പോൾ പറഞ്ഞു വെച്ചത് ഭരണ സംവിധാനങ്ങൾ ലഘുവായി ഇങ്ങനെ ക്രമപ്പെടുത്തി ചെറിയ ബ്ലോക്കായി തിരിക്കുക. അതിന് കുറച്ച് ചുമതലകളെ ഏൽപ്പിക്കുക. അഥവാ നമ്മൾ വാർഡ് മെമ്പർ എന്നൊക്കെ പറഞ്ഞ പോലെ ഓരോ മഹല്ല് ബ്ലോക്കിനും ഒരു കമ്മിറ്റി മെമ്പർ, 2-3 യുവ ചെറുപ്പക്കാരുടെ വളണ്ടിയർഷിപ്പ്. അപ്പോഴാണ് ഈ യുവാക്കൾക്കും മഹല്ലിനോടൊക്കെ ഒരു സ്നേഹം ഉണ്ടാവുള്ളൂ. ഞാൻ നേരത്തെ വന്ന ആ നാഫിയും ചെറുപ്പക്കാർക്കും നിങ്ങൾ ഏൽപ്പിച്ച പണിയാവും. അത് അവിടെ കുറേ ചെറുപ്പക്കാർ മാഷാ അല്ലാ ആ ബിരിയാണി ചെമ്പൊക്കെ വെക്കണോടത്ത് ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ചെറുപ്പക്കാരങ്ങൾ ഈ പണി ഏൽപ്പിച്ച പോൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി അതേപോലെ സ്ഥിരമായിട്ട് നിങ്ങളൊരു 3 ആളെ ഒരു ബ്ലോക്കിൻ്റെ ചുമതല ഏൽപ്പിച്ച് നോക്കി. ഓലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവിടെയൊക്കെ പോയി കാര്യങ്ങൾ അന്വേഷിച്ച് വരിക. അവർക്കൊരു സാമൂഹിക പ്രവർത്തനത്തിന് അവസരമാവും. അങ്ങനെ നിങ്ങൾ പണി കൊടുക്കണം. അതാണ് രണ്ടാമത് ഞങ്ങളോട് മഹല്ല് ഭരണത്തിൻ്റെ സംവിധാനത്തിൻ്റെ ഭാഗമായി ചെറിയ ബ്ലോക്കാകുക. അതിനൊക്കെ ചുമതലയുള്ള ഉത്തരവാദിത്തമുള്ള വളണ്ടിയേഴ്സിനെ നിയമിച്ച് കൊടുക്കുക. പിന്നെ ഈ നാട്ടിൽ സർവ്വേ നടന്നിട്ടുണ്ടോ അബ്ദുല്ലാജിക്ക? സർവ്വേ നടന്നിട്ടുണ്ടോ? അൽഹംദുലില്ലാ. ഇപ്പോൾ സർവ്വേ നടന്നിട്ടുണ്ടെങ്കിൽ കൃത്യ വിവരം ഉണ്ടാവും. ഇപ്പോൾ വാഫി ഉസ്താദിനെ ഇങ്ങനെ വെറുതെ നോക്കിയാൽ കിട്ടണം ഈ നാട്ടിൽ ഈ വർഷം SSLC എഴുതുന്ന എത്ര കുട്ടികളുണ്ട് എന്നൊക്കെ. അങ്ങനെ കിട്ടിയാൽ ആ SSLC കുട്ടികളൊക്കെ സംഗമം നടത്തണം. എന്നിട്ട് അവരിൽ ചിലരെ നിങ്ങളൊരു വെറുതെ ഒരു മോക്ക് ടെസ്റ്റ് നടത്തണം. മഹല്ല് കമ്മിറ്റി എത്ര പേര് നല്ല മാർക്ക് കിട്ടൂല അത് അവരോട് പറയണമെന്നില്ല. ടെസ്റ്റുകൾ നടത്തണം. എന്നിട്ട് നിങ്ങൾ ചില ഇൻറ്റൻസീവ് കോച്ചിങ് ഇവിടെ ദയാക്ക് എന്തൊക്കെയോ ചെയ്തതിൻ്റെ ഒക്കെ മനോഹരമായ സന്തോഷം റിപ്പോർട്ടൊക്കെ വായിക്കണം. ഞാൻ ദൂരെ നിന്ന് കേട്ടു ചെവിയിൽ. അപ്പോൾ അത്തരം വിദ്യാഭ്യാസ പ്രവർത്തകരെ ചേർത്ത് പിടിക്കുക. ഇതിൽ നമ്മളെല്ലാവരെയും ചേർത്ത് പിടിക്കണം. എൻ്റെ അഭിപ്രായത്തിൽ മൊടിയേരിയിൽ മുസ്ലിം വിഭാഗം എന്നല്ല, ഹിന്ദു ക്രൈസ്തവർ ആരൊക്കെ ഉണ്ടോ അത്തരം വിദ്യാഭ്യാസ പ്രവർത്തനം ഓലും വന്നോട്ടെ, നമ്മളെ മദ്രസയിൽ വരട്ടെ. ഇതാണ് മദ്രസ എന്ന് അറിയാട്ടെ എല്ലാവരും. അവർക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർ നിങ്ങളെ ഇൻറ്റൻസീവ് കോച്ചിങ് ഒക്കെ കിട്ടട്ടെ. അങ്ങനെ ആ ഈ നാട്ടിലെ മൊത്തം വിദ്യാഭ്യാസ കാര്യത്തിൽ ഇടപെടട്ടെ മൊടിയേരി മഹല്ല്. അങ്ങനെ ഇൻറ്റൻസീവ് കോച്ചിങ്. എത്ര പേര് +1 എത്ര പേര് +2 അവരിൽ എത്ര പേര് വിജയിക്കും, അവർക്ക് എത്ര പേർക്ക് വലിയ സ്വപ്നങ്ങളുണ്ട്. ഏറ്റവും വലിയ സങ്കടം 8ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ വലിയ സ്വപ്നം പറയും, ഡോക്ടർ, എൻജിനീയർ, പട്ടാളം എന്നൊക്കെ ഇങ്ങനെ പറയും. 9ലെത്തുമ്പോൾ കുറച്ച് ഒച്ച ഇങ്ങനെ കുറയും. +1 10ലെത്തുമ്പോഴത്തിന് നോക്കാം എന്നാവും. +1 എത്തുമ്പോൾ ഒന്നും നടക്കൂല എന്ന് തിരിഞ്ഞ് ഇങ്ങനെ വേപ്പട്ട വെക്കും. +2 എത്തുമ്പോൾ ഒന്ന് മനസ്സിലായി ഇത് കട്ടപ്പ കാണുന്നത്. അപ്പോൾ ഓന് ജയിക്കുമോ എന്ന് തന്നെ സംശയമായി. ഓൻ അലമ്പ് കൂട്ടുകെട്ടിലേക്ക് പോകും. അങ്ങനെയാണ് ഈ മക്കൾ കേടിരുന്നത്. ഈ മക്കൾ കേടിരുന്നതിൻ്റെ പിന്നിൽ മൊടിയേരി മഹല്ലിലെ കമ്മിറ്റിക്കാർക്ക് ഉത്തരവാദിത്തം നടത്തേണ്ട വാദം എന്താ? +1 ഈ കുട്ടിക്ക് പറ്റിയ +1 ഹ്യൂമാനിറ്റീസ് ആണോ, +1 കൊമേഴ്സ് ആണോ, +1 സയൻസ് ആണോ, ഇനി ഇതൊന്നും അല്ലാത്ത വല്ല ടെക്നിക്കൽ കോഴ്സ് ആയിരുന്നോ? ഇതൊന്നും പറഞ്ഞു കൊടുത്തില്ല നിങ്ങൾ. ഈ പാവം കുട്ടി എല്ലാവരും പോണ മാതിരി ഓടിപ്പോയി തൊട്ടടുത്ത് കണ്ട സ്കൂളിലുള്ള സയൻസ് ഗ്രൂപ്പ് പോയി ചേർന്നു, അല്ലെങ്കിൽ കൊമേഴ്സിൽ ചേർന്നു, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസിൽ ചേർന്നു. അങ്ങനെ വരരുത്. നിങ്ങൾ വിദ്യാഭ്യാസം, അതിനാണ് ഞാൻ ഈ വാർഡടിസ്ഥാനത്തിൽ വളണ്ടിയേഴ്സിനെ വെക്കണം. അവരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടണം എന്ന് പറഞ്ഞത്. അപ്പോൾ അത് നിങ്ങൾ മുന്നോട്ട് പോകുക. ഞാൻ ഈ വിഷയത്തിലേക്ക് പ്രധാനപൂർവ്വം ഇങ്ങനെ പണിയെടുക്കുമ്പോൾ ഈ യുവാക്കൾക്ക് കിട്ടുന്ന കൂലി എന്താ? നൗഷാദിനെ നേരത്തെ പറഞ്ഞപ്പോൾ മൂസാജിക്ക് പേടി ഉണ്ടായിട്ടുണ്ടാവും, പഠിച്ചോൻ ചോദിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ അല്ലേ? പേടിക്കണതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ വേറെ നല്ല ഹദീസ് കേൾക്ക്. മഹാനായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഹബീബായ പുണ്യനബിയുടെ പ്രിയ കൂട്ടുകാരൻ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ കയറി വന്നു. ഇവിടെ ഓടി നടക്കുന്ന എല്ലാ വളണ്ടിയേഴ്സിനും വേണ്ടിയിട്ട് ഇനി നിങ്ങൾ പ്രവർത്തിക്കണം ഈ നാടിന് വേണ്ടി. എൻ്റെ അബ്ദുല്ലാജി ഇൻഷാ അല്ലാഹ് ഇത് കഴിഞ്ഞാൽ ഇവിടെ ഒരു വളണ്ടിയർ വിങ് ഉണ്ടാക്കും ഞാൻ പ്രതീക്ഷിക്കാം. മഹല്ലിന് വേണ്ടിയിട്ട്, ബ്ലോക്കിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ സന്നദ്ധരാകുന്ന ഒരു 30 അംഗ സംഘത്തേക്ക്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഹദീസാണ് പറയാൻ പോകുന്നത്. ഇതിൻ്റെ ഫലം എന്താ? ഇങ്ങനെ ഓടി നടന്നാൽ
അബ്ദുല്ലാഹിബിൻ അബ്ബാസ് തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ കയറി വന്നു. അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി, വിഷമം കാണുന്നുണ്ട്. പള്ളി കമ്മിറ്റിക്കാരെ, എൻ്റെ നാട്ടിലെ ചെറുപ്പക്കാരെ, നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മളൊക്കെ ചെയ്യേണ്ട ഒരു ധർമ്മമാണിത്. ഒരു മനുഷ്യനെ കണ്ടപ്പോൾ അയാളുടെ മുഖത്ത് ഭയങ്കര സങ്കടം കണ്ടു, വിഷമം കണ്ടു. അയാളെന്തോട്ടെ, അയാൾ വിഷമിച്ചോട്ടെ, നമ്മളെ പാടെല്ലാം പറയരുതേ, ഒരു മുസൽമാൻ്റെ കടമയാണ്. എന്താ താത്ത നിങ്ങളങ്ങനെ കണ്ടിട്ട് വല്ലാത്ത സങ്കടം പോലെ, നിങ്ങളെ ശബ്ദം കേട്ടിട്ട് എന്തോ സങ്കടം പോലെ. അപ്പം ഇൻഷാ അല്ലാഹ് ഈ നമ്മളൊരു കാരണവർ ഈ സ്റ്റേജിലേക്ക് ഒരു ആദരവ് ചടങ്ങിന് വേണ്ടി കടന്നു വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വരുമ്പോൾ നമ്മൾ ആ ചടങ്ങ് കൂടി ഇതിൻ്റെ ഇടയിൽ വെച്ച് നടത്തും. ഞാൻ പറഞ്ഞു വരുന്നത് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് തങ്ങൾ ചെയ്തൊരു മാതൃക. നമ്മളെ നാട്ടിൽ ആ സ്വഭാവം ഉണ്ടാവണം. നമ്മളെല്ലാവരും സ്വന്തം സെൽഫിഷുകളാണ്. ഞാനും എൻ്റെ കുട്ടികളും എന്ന് പറഞ്ഞാൽ നടക്കല്ലേ. അയൽവാസിയുടെ സങ്കടം കാണുമ്പോൾ എന്തു പറ്റിയെന്നൊക്കെ ചോദിക്കാം. നിങ്ങൾക്കൊന്നും സഹായിക്കാൻ പറ്റിയിട്ടില്ല, സാരമില്ല, അള്ളാഹു സഹായിച്ചോളൂ എന്നൊക്കെ പറയാനൊക്കെ നിങ്ങൾക്കൊരു ധൈര്യമൊക്കെ ഉണ്ടാവണം. അങ്ങനെ ഈ മഹലിന്റെ പ്രഥമ സെക്രട്ടറി ആയിരുന്ന കുന്നത്ത് ഇബ്രാഹിം ഹാജി അവറുകളെ ആദരിക്കുന്നത് നമ്മുടെ മഹല്ല് ഖാദി ദാവൂദ് വാഫി അവറുകളാണ്. യാദനം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കുന്നത്ത് ഇബ്രാഹിം ഹാജിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈ പള്ളിയുടെ ആദ്യ ശില്പി എന്ന് തന്നെ പറയാം. നമ്മുടെ മഹല്ലത്തിൻ്റെ ഒരു കണ്ണി തന്നെ പറയാം. ആരോഗ്യപരമായി സ്വല്പം പ്രയാസമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആയുസ് സർവശക്തനായ അള്ളാഹു നീട്ടിക്കൊടുക്കട്ടെ, പൂർണ്ണാരോഗ്യം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആദരവ് അദ്ദേഹത്തിന് ബഹുമാന പുരസ്സരം സമർപ്പിക്കുക. ഏതായാലും ഭയങ്കര സന്തോഷം, കണ്ണിനൊക്കെ നല്ല നനവ് പടരുന്ന സന്തോഷം നൽകുന്ന നിമിഷങ്ങളാണ്. ഈ നാടിന് വേണ്ടി അവരാരോഗ്യകാലത്ത് കുറേ കഷ്ടപ്പെട്ട ഈ മഹലിൻ്റെ ആദ്യത്തെ സെക്രട്ടറി എന്നൊക്കെയുള്ള രീതിയിൽ അദ്ദേഹത്തെ ഈ സന്തോഷ നിമിഷത്തിൽ ഓർക്കാൻ നിങ്ങൾ കാണിച്ച വലിയ മനസ്സിന് വലിയ സന്തോഷത്തോടെ അഭിനന്ദിക്കുന്നു. അള്ളാഹു നിങ്ങളുടെയും ഇവിടെ ആദരിക്കപ്പെട്ട വ്യക്തിത്വങ്ങളുടെ നല്ല പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ആമീൻ. ദുആ ചെയ്ത് നമ്മളെ വിഷയാവതരണം തുടരുകയാണ്. ഞാൻ പറഞ്ഞു വെച്ചത് മഹല്ലി നിവാസികളുടെ ഒരു സ്വഭാവം ഉണ്ടാവണം. അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യനെ കണ്ടപ്പോൾ സങ്കടത്തോടെ നിൽക്കുന്ന മനുഷ്യനെ കണ്ടപ്പോൾ ചോദിച്ചു, എന്തു പറ്റി, നിങ്ങളെ മുഖത്താകെ സങ്കടം ഉണ്ടല്ലോ, വിഷമമുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം പറയണേ, എനിക്ക് ഒരു മനുഷ്യന് കടം കൊടുത്ത് ഞാൻ കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു, കടം തിരിച്ചു കൊടുക്കാൻ സമയമായിട്ടുണ്ട്, കയ്യിൽ പൈസയില്ല. അദ്ദേഹം എൻ്റെ പിന്നാലെ നടന്ന് കടത്തിന് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക, എനിക്കറിയില്ല ഞാൻ എന്ത് ചെയ്യണമെന്ന്. ഈ സങ്കടം കേട്ടപ്പോൾ ഇബ്നു അബ്ബാസ് തങ്ങൾ ചോദിച്ചു, ഞാൻ അദ്ദേഹത്തോടൊന്ന് സംസാരിച്ചു കൊണ്ട് നിങ്ങൾക്ക് അല്പം ഡേറ്റ് നീട്ടി തരണമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വലിയ ഉപകാരവും ചെയ്താലിന്. മഹാനായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഇഅ്തികാഫ് എന്ന ഇബാദത്തിൽ ഇരിക്കുന്ന ആളാണ്. അദ്ദേഹം നേരെ ഇത് കേട്ട ഉടനെ പള്ളിയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാണ്. എൻ്റെ സഹോദരിമാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളിത് കേൾക്കണം. നമ്മളെ ഫോണുകളൊക്കെ ഒന്ന് അല്പനേരമൊക്കെ ശ്രദ്ധയോടെ മാറ്റിവെച്ച് ഇവിടെ പറയുന്ന നല്ല കാര്യങ്ങളൊക്കെ കേട്ട് നിങ്ങളെ ജീവിതത്തിലേക്ക് കൂടി കൊണ്ടുവരണമെന്ന് ഉണർത്തുകയാണ്. ഇബ്നു അബ്ബാസ് തങ്ങൾ ഉടനെ തന്നെ ആ പള്ളിയിൽ ഇഅ്തികാഫ് എന്ന ഇബാദത്ത് മുറിച്ചുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങി ചെരുപ്പിടാൻ പോവുക. ഇദ്ദേഹം പുറത്തിറങ്ങണ കണ്ടപ്പം ഈ സഹോദരന് ഭയങ്കര സങ്കടമായി. അത്ഭുതത്തോടെ ചോദിച്ചു, അനസീതമാ കുൻത ഫീ ഇബ്നു അബ്ബാസ് തങ്ങളെ, അങ്ങ് എന്തിലാണ് അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുകയാണ് എന്നതുപോലും അങ്ങ് മറന്നുപോയോ? അങ്ങ് എന്ത് പണിയാ, എൻ്റെ ചെറിയ ആവശ്യത്തിന് വേണ്ടി ആ ഇബാദത്ത് മുറിക്കുകയാണോ എന്ന് ചോദിച്ചു. ഇബ്നു അബ്ബാസ് തങ്ങൾ കൊടുത്ത മറുപടി എന്താ അറിയോ? ഇന്നി സമഅതു സാഹിബ ആദൽ ഖബർ, യാനി ഖബറ നബിയിന മുഹമ്മദ് മുസ്തഫ. തങ്ങളവരുടെ ഖബർ ചൂണ്ടിയിട്ട് പറയാ, ഈ ഖബറിൽ കിടക്കുന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ വിഷമം കണ്ടിട്ട് അയാളെ സഹായിക്കാൻ വേണ്ടി പുറപ്പെടാ, അതിനുവേണ്ടി പ്രവർത്തിക്കൽ, അതിനുവേണ്ടി നടന്നു പോകൽ, ഖൈറുൽ ലഹു മിൻ ഇഅ്തികാഫി 10 സിനീൻ, 10 വർഷക്കാലം അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാളും പുണ്യമുണ്ടെന്ന് പഠിപ്പിച്ചത് എൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ.
പഠിപ്പിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മറ്റൊരു ഹദീസിലുണ്ട്, ഫീ മസ്ജിദി ഹാദാ, മദീന പള്ളി ചൂണ്ടിയിട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മദീനത്തെ പള്ളിയിൽ ഇത്തികാഫിരിക്കുന്നതിനേക്കാളും പുണ്യമാണത്രേ മൊടിയേരി മഹല്ലില് ഏതെങ്കിലും ഒരു പാവപ്പെട്ട മുസൽമാന് വേണ്ടിയിട്ട് അവൻ്റെ സഹായിക്കാൻ വേണ്ടി, അവന് വാർദ്ധക്യ പെൻഷന്റെ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി അവൻ്റെ വീട്ടിലേക്ക് നടന്നു പോകുന്നതിൻ്റെ കൂലിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കി. ആ മദീനത്തെ പള്ളിയിലേക്ക് ഇത്തികാഫ് ഉംറക്ക് പോകുമ്പോൾ മൂസാജിക്ക് 80,000 90,000 രൂപ വേണം. മൊടിയാരിയിൽ നിന്ന് വാഹനം കയറി, കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കയറി, മക്കായിൽ തന്ന് ഉംറ നിർവഹിച്ച് ഹബീബിൻ്റെ പള്ളിയിൽ 90,000 രൂപ മുടക്കി നമ്മൾ തിരക്ക് കൂട്ടുന്നത് എന്തിനാ? റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പറയുന്ന ആ പള്ളിയിൽ ഒന്നിരിക്കാൻ, ആ ഇടത്മയിൽ ഒന്നിരിക്കാൻ. അതേ പള്ളി ചൂണ്ടിയിട്ട മുഹമ്മദ് മുസ്തഫ തങ്ങൾ അവൾ പഠിപ്പിച്ചത്, നിങ്ങളെ മൊടിയേരെ പള്ളിയിൽ 1 അല്ല 10 അല്ല 100 അല്ല 1,00,000-ലധികം സുജൂദിന്റെ പുണ്യമുണ്ടെന്ന് പഠിപ്പിച്ച അതേ പള്ളി ചൂണ്ടിയിട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾക്കും ലഭ്യമാകുന്ന കൂലിയാ പറഞ്ഞത്. പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കാം, അതാണ് മഹല്ല് കമ്മിറ്റി ചെയ്യുന്ന പണി. അബ്ദുല്ലാജി ഈ പരിപാടിക്ക് വേണ്ടി കുറേ നടന്നിട്ടുണ്ടാകും, എൻ്റെ മൂസാജിക്ക് നടന്നിട്ടുണ്ടാകും, പ്രിയപ്പെട്ട നൗഷാദ് നടന്നിട്ടുണ്ടാകും, ഇവിടെ ഈ മൈക്ക് പിടിച്ച് ഇങ്ങനെ ഓടി നടക്കുന്ന ചെറുപ്പക്കാരൻ നടന്നിട്ടുണ്ടാകും. ആ ചെറുപ്പക്കാർ എത്ര പ്രയാസപ്പെട്ട് ചെമ്പ് പിടിച്ചു വന്ന നാഫിയും കൂട്ടുകാരും നടന്നിട്ടുണ്ടാകും. ഇവിടുത്തെപ്പെട്ട സഹോദരിമാർ പ്രവർത്തിച്ചിട്ടുണ്ടാകും. ഈ നാട്ടിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി, ഈ നാട്ടിലെ സാമൂഹിക നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്നതിൻ്റെ കൂലിയാ പഠിപ്പിച്ചത്. എന്തേ പള്ളി കമ്മിറ്റിക്ക് പ്രവർത്തിച്ചാൽ ചോദിച്ചാൽ പൊതു ഗുണം ഇതാണ്, ഈ നന്മയാണ്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. പക്ഷെ നിയ്യത്ത് നന്നാക്കണേ. നൗഷാദിന് അടുത്ത വാർഡ് കമ്മിറ്റി മെമ്പറാകാനുള്ള മത്സരിക്കാൻ വേണ്ടിയിട്ട് ഈ പണിക്കിറങ്ങരുത്. അത് വേറെയാണ്, ഇത് വേറെയാണ്. അതിൽ പണിയെടുത്തോളി, നല്ലതാ. രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഇന്നത്തെ കാലത്ത് മുസ്ലിമിന് നിർബന്ധമായ കാല. കാരണം എന്താ? നിന്റെ ഒരു മുസ്ലിമായ MLA, മുസ്ലിമായ MP, അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യർ പാർലമെൻറ്റുകളിൽ, നിയമസഭകളിൽ, നിയമനിർമ്മാണ സഭകളിൽ ഇല്ലാത്തതിൻ്റെ മുഴുവൻ പ്രതിസന്ധിയും കേന്ദ്രത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. CAA വരുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പേടിച്ചു പോയി. ആ നിർമ്മാണം നടക്കുമ്പോൾ അതിനകത്ത് പറയാൻ നമ്മളോട് അനുഭാവ മനസ്സുള്ളവരെങ്കിലും നിയമസഭയിൽ, നിയമനിർമ്മാണ സഭകളിൽ കൊണ്ടുവരൽ ഒരു മുസൽമാന് നിർബന്ധം. ഓന് വോട്ട് ചെയ്യാതെ വീട്ടിൻ്റെ ഉള്ളിലിരുന്നാൽ അവൻ ഈ സമൂഹത്തോട് ചെയ്യുന്ന ക്രിമിനൽ കുറ്റമാണ്. അതുകൊണ്ട് മുസൽമാനെ സ്നേഹിക്കുന്ന മനുഷ്യർക്ക്, രാഷ്ട്രീയ പാർട്ടി മുസൽമാനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുക. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളൊക്കെ ചെയ്ത ഏറ്റവും വലിയ ത്യാഗോജ്ജലമായ പ്രവർത്തനം ഏതാന്ന് ചോദിച്ചാൽ തങ്ങൾ അവർ ഈ സമൂഹത്തെ ചേർത്ത് പിടിച്ചത് ഇങ്ങനെയാണ്. അള്ളാഹു അവർക്കും നമുക്ക് വേണ്ടി പ്രവർത്തിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ആമീൻ. അപ്പം സാമൂഹികമായി നമ്മൾ വലിയ ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായി പ്രവർത്തനത്തിലൊക്കെ കൂടുന്നത്. ഇത് വലിയൊരു ഉത്തരവാദിത്തമാണ്. ഞാൻ നിങ്ങളോടൊരു കഥ പറയാം. കഥ എന്ന് പറഞ്ഞാൽ നമ്മൾ പത്രങ്ങളും TV കളൊക്കെ ഒരു 3 മാസം മുമ്പ് പ്രധാന ടൈറ്റിലായി കൊടുത്തൊരു വാർത്തയാണ്. തൃശ്ശൂർ ജില്ലയിലാണ്. സ്ഥലത്തിൻ്റെ പേര് വളരെ മോശം കഥയായതുകൊണ്ട് പേര് പറയണില്ല. മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മഹല്ലാണ്. ഞാനൊരു 3 തവണക്ക് ആ മഹല്ലിൽ ക്ലാസ്സിന് പോയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ആ സ്ഥലം നല്ല പരിചയമുണ്ട്. മലപ്പുറം ജില്ലയിലൊക്കെ പോലെയുള്ള 100% നല്ല മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മക്കാമക്കുള്ളൊരു നാടാണ്. ഈ നാട്ടിൽ നിന്നാണ് ഒരു ദാരുണമായ വാർത്ത നമ്മൾ കേട്ടത്. 74 വയസ്സുള്ള അബ്ദുള്ളയും എൻ്റെ ഉമ്മമാരും എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരും ജമാഅത്ത് നിസ്കാരത്തിനൊക്കെ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ക്ലാസ് കഴിയുന്നവരെ ഇരിക്കണം എന്ന് പ്രത്യേകം ഉണർത്തുന്നു. ഇനി നമ്മൾ കുടുംബവും സമൂഹമൊക്കെ കണക്ട് ചെയ്ത് സംസാരിക്കാൻ പോവുക. ചെറിയ മക്കൾ ഓടി നടക്കട്ടെ. അവരുടെ ഈ നടത്തമൊക്കെ നമുക്കൊരു അനുഗ്രഹമാണ്. അവർ റഹ്മത്തായിട്ട് ഇങ്ങനെ പെയ്തിറങ്ങട്ടെ. അവരല്ല, പക്ഷെ മുതിർന്ന ആളുകളൊക്കെ അല്പനേരമൊക്കെ ഫോണൊക്കെ ഒന്ന് മാറ്റിവെച്ച് നമ്മളൊന്ന് ഗൗരവത്തോടെ നമ്മളെ മക്കളെ ഒന്ന് ആലോചിക്കേണ്ട, കുടുംബത്തെ ആലോചിക്കേണ്ട, ഇണയെ ചേർത്ത് പിടിക്കേണ്ട സമയമാണ്. ഈ അബ്ദുള്ള എന്ന് പറയുന്ന 74 വയസ്സുള്ള മനുഷ്യനും അവരുടെ ഭാര്യ 65ഓളം വയസ്സുള്ള ജമീല എന്ന വൃദ്ധ ദമ്പതികൾ ഒറ്റക്ക് താമസിക്കുന്നവരാണ്. തൊട്ടടുത്ത വീട്ടിൽ അവരുടെ മൂത്ത മകൻ നൗഷാദ് താമസിക്കുന്നുണ്ട്. എന്നും രാവിലെ വൃദ്ധരായ ഉപ്പയായതുകൊണ്ട് തന്നെ രാവിലത്തെ ഭക്ഷണം ഈ നൗഷാദും ഈ വീട്ടിൽ നിന്നുണ്ടാക്കിയ ഭാര്യ ഉണ്ടാക്കി കൊടുക്കുന്നത് കൊണ്ടുകൊടുക്കും. പിന്നത്തതൊക്കെ അവരുണ്ടാക്കും, വൃദ്ധരല്ലേ എന്നുള്ള രീതിയിൽ. പതിവ് പോലെ 7 മണി സമയമായി. അന്ന് എന്നും ഭക്ഷണമായിട്ട് നൗഷാദ് ചെല്ല. കോളിംഗ് ബെല്ലടിച്ചു. ഉമ്മ മറുപടി
പോലും തരുന്നില്ല. വാതിലിങ്ങനെ അല്പം തുറന്നു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവൻ സാധാരണ പോലെ ഉമ്മ എന്ന് വിളിച്ച് കയറി ചെന്നപ്പോൾ വീട്ടിൽ സാധാരണ സിറ്റ് ഔട്ടിലോ ബെഡ്റൂമിലൊക്കെ ഇരിക്കുന്ന ഉമ്മയെ കാണുന്നില്ല. പകരം ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് ഭക്ഷണപ്പൊതിയായി ചെന്ന നൗഷാദ് ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി. അവൻ്റെ സ്വന്തം മാതാവിൻ്റെ തല വെട്ടി മുറിച്ച് മാറ്റിയിട്ട് ചോരയിൽ മുങ്ങിക്കിടക്കണ മാതാവിനെ കാണാം. ഇത് കണ്ട് നല്ല വിളിച്ചുകൊണ്ട് നൗഷാദ് അതേ വീട്ടിൽ കിടന്നുറങ്ങിയ ഉപ്പയെ തേടി ഉപ്പാ ഉപ്പാ എന്ന് നില വിളിച്ചുകൊണ്ട് ഓടി പോവുകയാണ്. ബെഡ്റൂമിലേക്ക് ചെന്നപ്പം ഉപ്പയെയും കാണുന്നുണ്ട്. പക്ഷേ കണ്ട കാഴ്ച കണ്ടിട്ട് നൗഷാദ് നില വിളിച്ച് കരയുകയാണ്. ഉപ്പയെയും തലക്കും കഴുത്തിനും ശരീരത്തിനും മുഴുവൻ വെട്ടി മുറിവേൽപ്പിച്ച് പൂർണ്ണമായി ബെഡ് ചോരയിൽ മുങ്ങിയിട്ട് ആ ചോരയിൽ മുങ്ങി ആ മനുഷ്യൻ മരിച്ചു കിടക്കണ. രണ്ടുപേരും മരണപ്പെട്ടത് കണ്ട് നില വിളിച്ച് കരയുന്ന നൗഷാദിനെ കേട്ട് അയൽവാസികൾ ഓടി വന്നു. എന്തു പറ്റിയെന്നറിയില്ല. അവരെ ഓടി വന്നപ്പോൾ കാണുന്നത് 2 ജഡങ്ങളാ. പൂർണ്ണമായും രക്തത്തിൽ തലയറ്റ് കിടക്കുന്ന ഉമ്മ, രക്തത്തിൽ വെട്ടി നുറുക്കപ്പെട്ട പിതാവിനെ കണ്ട് അവരൊക്കെ പോലീസിനെ വിളിക്കുകയാണ്. പുതിയ രക്തം പോലെ തോന്നിയത് കൊണ്ട് പ്രതി അടുത്ത് തന്നെ ഉണ്ട് എന്ന നിഗമനത്തിൽ പോലീസ് ജാഗ്രതയോടുകൂടി അന്വേഷണം നടത്തുകയാണ്. അന്ന് വൈകുന്നേരം മഗ്‌രിബ് കഴിഞ്ഞ് രാത്രിയാകുമ്പോഴേക്ക് പ്രതിയെ പിടിച്ചു എന്നുള്ള വാർത്ത വരികയാണ്. മംഗലാപുരത്ത് നിന്നും പ്രതിയെ പിടിക്കുകയാണ്. പ്രതിയുടെ പേര് മിഖ്ദാദ്, 28 വയസ്സ്. ഒരു മുസ്ലിമായ മിഖ്ദാദ് ഈ കൊലപാതകം ചെയ്തു എന്ന് പറയാനല്ല മൊടിയേരി മഹലിൽ ഈ കഥ പറയുന്നത്. ആരാ മിഖ്ദാദ് എന്നറിയുമോ? ഈ കൊല്ലപ്പെട്ട അബ്ദുള്ളയുടെയും ജമീലയുടെയും പേരക്കുട്ടിയാ, മൂത്ത മകളുടെ മകൻ. ഈ മൂത്ത മകളെ 2ാമത് വിവാഹം കഴിച്ച് പടഞ്ഞയക്കുമ്പോൾ വല്യമ്മയും വല്യപ്പയും ചിന്തിച്ചു, അവന് പുതിയ അടുത്ത് ഇവനക്ക് സ്വസ്ഥത ഉണ്ടാവില്ല, ഇവൻ്റെ ഉപ്പയല്ലോ, ഞങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞ് സ്വന്തം മോനായി വളർത്തിയ മിഖ്ദാദ് മംഗലാപുരത്ത് പഠിക്കാൻ വിട്ടപ്പം അവിടുന്ന് ചില സൗഹൃദങ്ങൾ കിട്ടിയ ചില പുതിയ കൂട്ടുകെട്ടുകളായിരുന്നു. അവൻ സിന്തറ്റിക് ലഹരിയുടെ മാരകമായ സിന്തറ്റിക് ലഹരിയുടെ അടിമയായിരുന്നു. ഇവന് പലതവണ വന്ന് പണം ചോദിക്കും. പലപ്പോഴും ഏതെങ്കിലുമൊക്കെ പണം എടുത്ത് കൊടുത്തു അവസാനം കൊടുക്കാനില്ലാതെയായപ്പം കലിമൂത്ത ലഹരിയിൽ ഉണ്ടായിരുന്ന മിഖ്ദാദ് കൊടവാള് കൊണ്ട് വെട്ടി കൊലപ്പെടുത്തുകയാണ് ഉമ്മയെയും വല്യമ്മയെയും. ഇത് കണ്ട് മിഖ്ദാദ് ഇതിനെ പിടിച്ചിട്ട് ചോദ്യം ചെയ്യുന്ന സമയത്ത് നിസ്സഹായനായി, ഒരു നിസ്സങ്കോചം, ഒരു വികാരവുമില്ലാതെ പുച്ഛഭാവത്തോടെ നിൽക്കുന്ന മിഖ്ദാദിനെ കണ്ട് നാട്ടുകാർ പോലും അത്ഭുതപ്പെട്ടുവെങ്കിൽ ഇതേപോലെയുള്ള മിഖ്ദാദുമാർ വർദ്ധിക്കുന്ന ഒരു വർത്തമാനകാലത്തിലാണ് മൊടിയേരിയിലെ സ്നേഹസംഗമം നടക്കുന്നത്. നമ്മളെ മക്കൾ ഇങ്ങനെ ആവാതിരിക്കണം. എന്തൊക്കെ ജാഗ്രതാ നടപടികളാണ് എൻ്റെ മഹല്ല് കമ്മിറ്റി ഇവിടെ ചെയ്തതെന്ന് എനിക്കറിയില്ല. ഈ മഹല്ലിലെ 4 വിഭാഗമായി നിങ്ങളെ പ്രവർത്തനം കേന്ദ്രീകരിക്കണം. എൻ്റെ പ്രിയപ്പെട്ട പ്രസിഡൻറ്റും എൻ്റെ പ്രിയപ്പെട്ട സ്വാഗത ഭാഷണം മനോഹരമായി നിർവഹിച്ച സെക്രട്ടറിയൊക്കെ ജാഗ്രതയോടുകൂടി പണിയെടുക്കണം. 4 വിഭാഗത്തിനും പണി കൊടുക്കണം. ഒന്നാമതായി 7 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളെ കുരുന്നുകൂട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് SMF പേര് വിളിക്കാറുണ്ട്. ആ പ്രായത്തിലെ കുട്ടികൾക്ക് മാത്രം ചില പരിപാടികളൊക്കെ സംഘടിപ്പിക്കണം. അവരുടെ പ്രായം മനസ്സിലാക്കി അവരോട് മാത്രം സംവദിക്കാൻ അറിയുന്ന മനുഷ്യരെ കൊണ്ടുവന്ന് ആണിനും പെണ്ണിനൊക്കെ ക്ലാസ് കൊടുക്കണം. അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്നറിയോ? അവിടുന്ന് ബോധം വെച്ച് വെക്കുമ്പോഴേക്കും നിങ്ങളൊരു ക്ലാസ്സും കൊടുക്കില്ല. നിങ്ങൾ പിന്നെ ഇവിടുന്ന് ആകെ ഒരു മദ്രസയിൽ നിന്ന് കിട്ടുന്ന ക്ലാസ്സിനപ്പുറം ഈ നാട്ടിലെല്ലാവരും മദ്രസയിലും വരുന്നില്ലെങ്കിൽ 5ാം ക്ലാസ് കഴിയുമ്പോഴേക്ക് നിർത്തുമ്പോഴേക്ക് ബോധം വരുമ്പോഴേക്ക് മതവിദ്യാഭ്യാസം കിട്ടാതെ പോകുന്ന മക്കൾ നമുക്ക് ശാപമായി മാറും. അതുകൊണ്ട് ചില അഡീഷണൽ പരിപാടികൾ, പ്രോഗ്രാംസൊക്കെ നിങ്ങൾ ആലോചിക്കണം. എന്തൊക്കെയെന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ ധാരണയും വിശ്വാസവും മഹല്ല് പ്രൊജക്റ്റ് അവതരിപ്പിക്കുമ്പോൾ അഡ്വക്കേറ്റ് എസ് മമ്മു അങ്ങനെയൊക്കെ സംസാരിക്കുമെന്നാണ്. അടുത്തൊരു വിഭാഗമാണ് കൗമാരെന്ന് പറയുന്ന വിഭാഗമുണ്ട്. വളരെ ഭയത്തോടെയും പേടിയോടെയും നോക്കേണ്ട, അല്ലെങ്കിൽ ഭയത്തോടും പേടിയോടെ എന്നതിനപ്പുറം ജാഗ്രതയോടെ ചേർത്ത് പിടിക്കേണ്ട വിഭാഗമാണ് കൗമാരം. കൗമാരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ സ്ട്രെസ് ആൻഡ് സ്റ്റോം എന്ന ഒരുപാട് പ്രതിസന്ധികളും സംഘർഷങ്ങൾക്കിടയിലൂടെ അവരവരുടെ ജീവിതം കൊണ്ടുപോകുന്നത് ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന ആ കൗമാര പ്രായത്തിലെ കുട്ടികളെ ചേർത്ത് പിടിക്കണം. എങ്ങനെ? അവർക്ക് വേണ്ടിയിട്ട് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വ്യത്യസ്തമായ കൗമാര കൗൺസിലിംഗ് ക്ലാസ്സുകൾ കൊടുക്കണം. മൊബൈൽ അഡിക്ഷൻ ക്ലാസ്സുകൾ കൊടുക്കണം.